ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹാനിയെ ജുമാ പ്രസംഗത്തിൽ പ്രകീർത്തിച്ചെന്ന് ആരോപിച്ച് അൽ-അഖ്സ ഇമാമിനെ അറസ്റ്റ് ചെയ്ത് ഇസ്രായേൽ പോലീസ്. പ്രമുഖ പണ്ഡിതനും അൽ-അഖ്സ പള്ളി ഇമാമുമായ ഷെയ്ഖ് ഇക്രിമ സാബ്രിയെയാണ് ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജെറുസലേമിലെ ഹയർ ഇസ്ലാമിക് കൗൺസിൽ തലവൻ കൂടിയാണ് 84-കാരനായ ഷെയ്ഖ് സാബ്രി. ഇക്രിമ സാബ്രിയുടെ അറസ്റ്റ് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗവിർ സ്ഥിരീകരിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. പ്രകോപനം സൃഷ്ടിക്കുന്നവരോട് തന്റെ നിലപാട് വ്യക്തമാണെന്നും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള സഹിഷ്ണുതയും ഉണ്ടാകില്ലെന്നും ബെൻ ഗവിർ വ്യക്തമാക്കി. ജുമാക്ക് ശേഷം അൽ സുവാനിയിലുള്ള ഷെയ്ഖ് സാബ്രിയുടെ വസതിയിലേക്ക് ഇസ്രായേലി പോലീസ് ഇരച്ചെത്തുകയായിരുന്നുവെന്ന് അൽ അറബി അൽ ജദീദ് റിപ്പോർട്ട് ചെയ്തു. ഷെയ്ഖ് സാബ്രിയെ പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മോസ്കോബിയ തടങ്കൽ കേന്ദ്രത്തിലേക്കാണ് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത്. ജെറുസലേമുകാരെ ചോദ്യം ചെയ്യാനും പാർപ്പിക്കാനുമായി പ്രത്യേകം തയ്യാറാക്കിയതാണ് മോസ്കോബിയ ഡിറ്റൻഷൻ സെന്റർ. ഇവിടെ 4-ാം നമ്പർ മുറിയിലാണ് ഷെയ്ഖ് സാബ്രി ഉള്ളതെന്ന് ഫലസ്തീൻ ക്രോണിക്കിൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിന് പ്രേരണ നൽകിയെന്ന ഇസ്രായേൽ മന്ത്രിയുടെ ആരോപണം കള്ളമാണെന്ന് ഇക്രിമ സാബ്രി അൽ അറബി അൽ ജദീദിനോട് പ്രതികരിച്ചു. കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെക്കുറിച്ചുള്ള മതപരമായ അനുസ്മരണവും അനുശോചനവുമാണ് താൻ നടത്തിയത്. പ്രസംഗത്തിൽ ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. അവർ എപ്പോഴും പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ എവിടെ പോയെന്നും ഷെയ്ഖ് സാബ്രി ചോദിക്കുന്നുണ്ട്. ഷെയ്ഖ് സാബ്രിയുടെ പ്രസംഗത്തിൽ ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ലെന്ന് അൽ അഖ്സയിൽ ജുമയിൽ പങ്കെടുത്ത സാബ്രിയുടെ അഭിഭാഷക സംഘത്തിലുള്ള ഗലീദ് സബർക്ക പറഞ്ഞു. ഖനിയുടെ മരണത്തിൽ അനുശോചിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ജുമാക്ക് ശേഷം ഷെയ്ഖ് സാബ്രിയെ ലക്ഷ്യമിട്ട് ജൂത സംഘങ്ങളാണ് പ്രകോപനം തുടങ്ങിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇസ്രായേൽ മന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളും ഷെയ്ഖ് സാബ്രിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ഒക്ടോബർ 7-ന് ശേഷം നേരത്തെയും ഷെയ്ഖ് സാബ്രിക്കെതിരെ ഇസ്രായേൽ നടപടിയുണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 4-ന് കിഴക്കൻ ജെറുസലേമിലെ വസതിയിൽ നിന്ന് സാബ്രിയെ ഇസ്രായേൽ പോലീസ് ഒഴിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസതി പൊളിച്ചു നീക്കാനും നീക്കം നടന്നിരുന്നു. ഷെയ്ഖ് സാബ്രി താമസിക്കുന്ന വസതി ഉൾപ്പെട്ട കെട്ടിടം അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് അന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ഇക്കാരണം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടത്. തുടർന്ന് കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള അറിയിപ്പുമായി കെട്ടിടത്തിന് പുറത്ത് നോട്ടീസ് പതിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ ഫലസ്തീൻ പണ്ഡിതനാണ് ഷെയ്ഖ് ഇക്രിമ സാബ്രി. ഫലസ്തീൻ മുൻ ഗ്രാൻഡ് മുഫ്തിയാണ്. ഫലസ്തീനിലെ സുപ്രീം ഇസ്ലാമിക് കൗൺസിൽ, ഹയർ ഇസ്ലാമിക് അതോറിറ്റി എന്നിവയുടെ തലവൻ കൂടിയാണ്. വർഷങ്ങളായി അൽ-അഖ്സ പള്ളിയിലെ ഇമാമായി സേവനമനുഷ്ഠിച്ചു വരികയാണ്.